രഞ്ജൻ ചേട്ടാ, എന്റെ മോനെ കുറെ നേരമല്ലേ ഇത് ഊരി എടുത്ത് എന്താ സംഭവം? സ്റ്റാക്കബിൾ റിംഗ് ആണ്, എന്നുവെച്ചാ അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് രണ്ട് മോതിരമായിട്ടല്ലേ നിൽക്കണേ. അപ്പൊ നമുക്ക് ഈ രണ്ട് മോതിരം ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഇടാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായി? അതിപ്പോ ഒരു സിംഗിൾ സ്റ്റഡഡ് സോൾട്ടറായിട്ട് മാത്രം ഇട്ട് പോകണം ചെറിയ ഫംഗ്ഷൻ, അതിങ്ങനെ ഇട്ട് പോവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടംപററി ഡ്രസ്സിൻ്റെ ഒപ്പം ഇങ്ങനെ 3 ലെയറൊക്കെ വരുന്ന മോതിരം ഇടണ പോലെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇപ്പോൾ 2 ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇടണമെങ്കിൽ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ. പുറത്ത് നമ്മുടെ ടിഫാനി, കാർട്ടിയർ, പാൻഡോറ, വാൻ ക്ലിഫിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടി ഒരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് ഇത് വരുന്നത്. നമ്മുടെ സൈസ് അനുസരിച്ച് ഇത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, 2 മോതിരം. അപ്പം നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനും വേണമെങ്കിൽ ഇതിട്ട് പോവാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനെ ഇടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇങ്ങനത്തെ നമുക്ക് സ്റ്റാക്കബിൾ റിംഗ്സ് കുറച്ചുണ്ട്. ഇതില് സ്റ്റോൺ ഏതാണ് കേട്ടോ? ഇതിൽ സ്റ്റോൺ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് സിർക്കോണിയ സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ റിഫ്രാക്ട് ചെയ്യും. ഇതിൽ 52 ഫേസൈറ്റ്സ് ആണ് ഈ സ്റ്റോൺസിൽ വരുന്നത്. ഈ സ്റ്റോൺസിൽ കല്ലുകൾ റിഫ്രാക്ട് ചെയ്യും. ഈ കുഞ്ഞു സ്റ്റോൺസും സിർക്കോണിയ സ്റ്റോൺസ് തന്നെയാണ് വരുന്നത്. സിർക്കോണിയ എന്ന് പറയുന്നത് ഡയമണ്ട് സിംബലൻസ് ആണ്. ഡയമണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സിർക്കോണിയ സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നത്, ലൈറ്റ് റിഫ്ലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പൊ ഈ സ്റ്റോൺസ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ റോസ് ഗോൾഡ് പ്ലേറ്റിംഗ് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. അതല്ലാണ്ട് നമുക്ക് ഗോൾഡും റോഡിയും അതായത് സിൽവർ പ്ലേറ്റിംഗും നമുക്ക് അവൈലബിൾ ആണ്.